ഗൈസ്. ഇന്ന് ഞാനിവിടെ ഒരു ബുക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ദ ആർട്ട് ഓഫ് ലേസിനെസ്. അപ്പം ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഈ ബുക്കിൽ എന്താണ് പറയുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഫസ്റ്റ് ഈ ബുക്കിൽ ആർട്ട് ഓഫ് ലേസിനെസ് സംഭവം ഓതറിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടില്ല. ലൈബ്രറി മൈൻഡ് സെറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൽ. ഓക്കെ. പിന്നെ പൗലോ കൊയ്ലോന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ് പേജിൽ 6th പേജിൽ വരുന്നത്. ഓക്കെ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൺ ഡേ യു വിൽ വേക്ക് അപ്പ് ആൻഡ് ദെയർ വോണ്ട് ബി എനി മോർ ടൈം ടു ഡു ദ തിങ്സ് യു ഹാവ് ഓൾവേസ് വാണ്ടഡ്. ഡു ഇറ്റ് നൗ. സോ ഒരു ദിവസം നമ്മൾ ഉറക്കം എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സമയം അത്രയും പോയൊരു ഫീല്. ആ സമയം പോയതിലായിരിക്കത്തില്ല, നമ്മൾ ആ സമയത്ത് ഒന്നും ചെയ്യാത്തതിൻ്റെ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കുറ്റബോധം വരും. സോ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാതെ ഇപ്പം ഈ ഒരു നിമിഷത്തിൽ ചെയ്ത് തുടങ്ങാനാണ് ഫസ്റ്റ് ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. പൗലോ കൊയ്ലോന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ പിന്നെ കണ്ടൻസിന്റെ കാര്യമാണ് പറയണത്. അതിൽ പാർട്ട് 1, പാർട്ട് 2 രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പാർട്ടിലെ മൈൻഡ് സെറ്റ്, രണ്ടാമത്തെ പാർട്ടിലെ ടിപ്സ് ആൻഡ് ടെക്നിക്സ്. പാർട്ട് 1 ഫസ്റ്റത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ. പാർട്ട് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൈൻഡ് സെറ്റ്. അതിലും ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ വായിക്കാം. If you spend your time chasing butterflies, they will fly away. But if you spend time making a beautiful garden, the butterflies will come. Don't chase, attract. So, ബട്ടർഫ്ലൈസിന്റെ പിന്നാലെ പോകാതെ നമുക്ക് സ്വന്തമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. ബട്ടർഫ്ലൈസ് എല്ലാം താനേ വന്നു. സോ ചേസ് ചെയ്യാൻ പോയിട്ട് അട്രാക്ട് ചെയ്യാനാണ് ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പാർട്ട് 1 തുടങ്ങുമ്പം എഴുതിയിരിക്കുന്ന കോട്ട്. ഈ ബുക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്നതും അതാണ്. അടുത്ത നമ്മൾ ഫസ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണ്. 100% റെസ്പോൺസിബിലിറ്റി. ദ പ്രൈസ് ഓഫ് ഗ്രേറ്റ്നെസ് ഈസ് റെസ്പോൺസിബിലിറ്റി ബൈ വിൻസെന്റ് ചർച്ചിൽ പറയുന്നതാണ്. സോ ഞാൻ വായിക്കാം. ഓക്കെ. It's useless to blame someone else for all your problems. You can blame your friends, family, spouse, or anyone else. The good thing about blaming others is that it makes us feel good from the inside by convincing our minds that we can't do anything in this situation. But that's wrong. There is always something that you can do. Even if you can't change the situation, you can always do the best possible thing. സോ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ട് നമ്മുടെ ഒരു ആശ്വാസത്തിന് നമ്മളല്ല ചെയ്തതെന്നുള്ളൊരു തോട്ട് വരുത്താനാണ് നമുക്കിഷ്ടം. അപ്പം നമ്മൾ എന്തിനും മറ്റുള്ളവരെ മണ്ടേ കൊണ്ടുവച്ചോ. സോ അങ്ങനത്തെ ഒരു തോട്ട് നമ്മൾ ഉണ്ടാക്കാതെ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമുക്കതിൻ്റെ ബെസ്റ്റ് തിങ് ആയിട്ട് മാറ്റാൻ സാധിക്കണം. ആ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും അവിടെ ഒരു സൊല്യൂഷൻ ആണ്. ഇപ്പം എവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. സോ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബെസ്റ്റ് കാര്യം കാണും. സോ മറ്റുള്ളവരെ കുറ്റം ചെയ്യാതെ ബ്ലെയിം ചെയ്യാതെ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നത് നോക്കാം. ഞാൻ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ. Blaming others does nothing. It doesn't solve your problem. Let's say you blame your friends, family, job, or anything else for not having enough time to exercise. You can condemn the whole world. All the blame in the world will not help you find time to exercise. If you want to find a solution, you will find it. It's not that a solution doesn't exist. It exists, and you know it deep inside of your heart. Only action can help you achieve your goals, nothing else. No one can help you achieve your goals. സോ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ട് നമുക്കത് ഒന്നും കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവ് എനർജി ആയിട്ടേ കിടക്കത്തുള്ളൂ. അവർക്കും അത് കേൾക്കുമ്പോൾ ഒരുമാതിരി അവർക്ക് അതൊരു ആ ഒരു ഫീൽ. നമുക്കത് പറഞ്ഞു കഴിയുമ്പോഴും
അത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതിന് പകരം നമ്മളവിടെ ആക്ഷൻ എടുക്കണം. എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യണം. വെറുതെ ടൈം വേസ്റ്റ് ആണ് ഈ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരി. സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ. എല്ലാ ബ്ലെയിമും നമ്മളെ എന്തെന്നാണ് ഹെൽപ്പ് ചെയ്യത്തില്ല. നമുക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മളത് കണ്ടെത്തിയിരിക്കും. സൊല്യൂഷൻ വേണ്ടെങ്കിൽ അത് ആ സൊല്യൂഷൻ നമ്മളിൽ എത്തത്തില്ല. നമുക്കൊരു സൊല്യൂഷൻ അവിടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് കണ്ടെത്തിയിരിക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ വരും നമുക്ക്. ആക്ഷൻ നമുക്ക് ആക്ഷൻ ആ ഒരു പ്രോബ്ലത്തിനെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്യണം. ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നോ വൺ ക്യാൻ ഹെൽപ്പ് യു. വേറെ ഒരാൾക്ക് പോലും, മറ്റുള്ളവർക്കൊക്കെ നമ്മളെ ഒരു ജീവിതത്തിൽ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നണം, നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ. Nobody cares if you are lazy or not. Nobody cares if you procrastinate or not. Nobody cares if you exercise or not. ആരും ഒരൊറ്റ മനുഷ്യര് കാണത്തില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ലൈഫ് അങ്ങനെയാണ്, ഇവരുടെ ലൈഫ് എങ്ങനെയാണ്. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ആര് നമുക്ക് വേണ്ടി ചെയ്യാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കത്തുള്ളൂ. അതും പല പല ടൈപ്പ് മനുഷ്യരും നമ്മൾ ഈ ലൈഫിലൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അപ്പം ആരും നമുക്ക് വേണ്ടി കയറിയിട്ടില്ല. നമ്മൾ എത്ര അലസരാണോ എങ്ങനെയാണെന്നുള്ള ആൾക്കാരായാലും അലസരയാണെങ്കിൽ നമ്മളങ്ങ് ആ വഴിക്ക് വിടും. നമ്മൾ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും നമ്മുടെ പിറകെ നടന്ന് പറയില്ല ചെയ്യുന്നത്. നമുക്ക് തോന്നണം ചെയ്യണമെന്നുള്ളത്. നമ്മൾ എക്സസൈസ് ആ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ആരും നമ്മുടെ അടുത്ത് വന്ന് പറയത്തില്ല ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നി നമ്മൾ സ്വയം ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് ചെയ്യണം. വൈ വുഡ് ദേ കെയർ? നോബഡി കെയർസ്. അവരെന്തിന് കെയർ ചെയ്യണം? അവർക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അവർ വന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എനിക്കും എന്തോന്നാണ്, എല്ലാവരുടെ ലൈഫിലും കെയർ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ കെയർ കൊടുത്തു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാവുന്നവരും ഉണ്ട്. സോ ഓവർ കെയറിങ്ങും അപകടമാണ്. ആരും കെയർ ചെയ്യത്തില്ല. ഓക്കെ. ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ഫോർ യു ഇഫ് യു ഡു തിങ്സ് ഫോർ യുവർ സെൽഫ്. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കും. നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊരു ആക്ഷനായിട്ട്, ആ ഒരു എഫേർട്ട് ഇട്ട് നമ്മുടെ ലൈഫിൽ നിൽക്കണം. എങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. യു മസ്റ്റ് ആക്ട്, യു മസ്റ്റ് ഫൈൻഡ് ടൈം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് സമയം കിട്ടണം. ചുമ്മാ ഇന്ന് വാചകം അടിച്ചുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ മണ്ടയിൽ ബ്ലെയിം വിചാരി ഇങ്ങനെ നടക്കുമോ?